ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ചാനി. അപ്പോൾ എത്ര ദിവസമായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്ന് നമ്മളൊരു മൂവിക്ക് പോവാണ്. അപ്പോൾ അത് വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളൊക്കെ റെഡിയായി, ഞാനും നെയ്ഹാവും ഇക്കാക്കെ റെഡിയായിട്ട് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. മൂവിയിലേക്ക് പോവാണ്. നമ്മളിന്ന് പോകുന്നത് പ്രോസോൺ മാളിലുള്ള തിയേറ്ററിലേക്കാണ്. കുറേ ആയില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. വേറൊന്നുമല്ലടോ, മടിച്ചായിരിക്കുകയാണ് ഇപ്പോൾ, അത്രയ്ക്ക് മടി. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കേണ്ടത് വൈകുന്നേരം ഒരു 5 മണി സമയത്താണ് കേട്ടോ. കണ്ടോ ഫോഗ്? അത് പോകാണ്ട് വിചാരിക്കരുത്, കറക്റ്റ് മഞ്ഞാണ്. ഇപ്പോൾ കോയമ്പത്തൂരിലുള്ള അവസ്ഥ ഇതാണ്. ഒരു ഉച്ചയ്ക്ക് ഒരു 2-3 മണി വരെ തന്നെയുള്ള വെയിൽ. അത് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞായിരിക്കും. ഫുള്ള് മഞ്ഞ് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിയേറ്ററിലേക്ക് വിട്ടു. പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രാഫിക് കണ്ടിട്ടില്ല. ഞങ്ങൾ 1 അവറാണ് ഈ ട്രാഫിക്കിൽ പെട്ട് കിടന്നത്. ഞങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല, അത്രയ്ക്ക് തിരക്ക്. ഞങ്ങൾ പറയുന്നു, കാറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ടാവും. നമ്മളിന്ന് സിനിമയ്ക്ക് പോകണം, മുടങ്ങിയിട്ടുണ്ടാവും, എല്ലാം മുടങ്ങിയിട്ടുണ്ടാവും എന്ന്. അത്രയ്ക്ക് ട്രാഫിക്കാടോ, അത്രയ്ക്ക് ട്രാഫിക്ക് പറഞ്ഞാൽ അത്രയ്ക്ക് ട്രാഫിക്ക്. പിന്നെ നമ്മൾ സ്കൂട്ടിയിലായതുകൊണ്ട് എങ്ങനെയോ സ്കൂട്ട് ചെയ്ത് നമ്മളിങ്ങോട്ട് മോളിലേക്ക് എത്തി. പിന്നെ ഉണ്ടല്ലോ, നമ്മളിന്ന് മോളിൽ പോയ ദിവസം ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച ഇവിടെ ഏതെങ്കിലും മൂവിൻ്റെ പ്രൊമോഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞങ്ങളിന്ന് പോയ ദിവസം മാസ്ക് എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമേൻ്റെ മൂവി പ്രൊമോഷനായിരുന്നു. കണ്ടില്ലേ? പാവം ഇതിൻ്റെ ആക്ടർ അവർ വരുന്നവരൊക്കെ ആ ട്രാഫിക്കിൽ പെട്ട് കിടക്കുമായിരിക്കും ചിലപ്പോൾ. പിന്നെ അവിടെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിയർ. ഈ ബിയറിനെ കണ്ടിട്ട് ആദ്യം ഹായൊക്കെ കാണിച്ചിട്ട് അടുത്തേക്ക് പോയി. എന്നിട്ട് പേടിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഇത് വന്നിട്ട് മാസ്ക് പറഞ്ഞിട്ടൊരു മൂവിയാണ്. അതിൻ്റെ ടീമാണ് അവിടേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. നമുക്ക് ഷോ വന്നിട്ട് 7:30 നമ്മൾ 7:20 വരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അവിടെ വന്ന് വെറുതെ നിൽക്കുമ്പോൾ ഡാൻസ് കളിക്കണതൊക്കെ കണ്ടു. ഇവർ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഒപ്പം നെയ്ഹി ഇവിടെ കടന്ന് തുള്ളുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. അവർ അപ്പുറത്തെ സൈഡാണ് നിന്ന് തുള്ളുണ്ടായിരുന്നത്. ഇവിടെ നെയ്ഹ ഒറ്റയ്ക്ക് നിന്നിട്ട് മോണിക്കാൻ്റെ പാട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നെയ്ഹ. കുറേ ആയില്ലേ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ അതിൻ്റെ വാക്കുകളൊക്കെ അങ്ങനെ മുറിഞ്ഞു പോകുന്നത്. പിന്നെ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രീ അല്ലേ, ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ എന്തിനാണ് നമ്മൾ വെറുതെ വിടുന്നത്? അത് പറഞ്ഞിട്ട് നെയ്ഹാക്ക് ഫേസ് പെയിൻറ്റിങ് ചെയ്യണം പറഞ്ഞിട്ട് നമ്മൾ ഫേസ് പെയിൻറ്റിങ് ചെയ്തു. നമ്മൾ ചൂസ് ചെയ്തത് മിക്കി മൗസാണ്. ഇപ്പം നെയ്ഹ കണ്ടുകൊണ്ടിരിക്കുന്ന കാർട്ടൂൺ ക്യാരക്ടറാണ് മിക്കി മൗസ്. സോ ഞങ്ങൾ മിക്കി മൗസ് ചൂസ് ചെയ്തു. പാവം എൻ്റെ കുട്ടി അനങ്ങാണ്ട് ഒരു തരി പോലും അനങ്ങാണ്ടിരുന്ന് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു കേട്ടോ. ആ വരയ്ക്കണവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനങ്ങിയില്ല, എവിടെയും തെറ്റിയില്ല, അങ്ങനെ കുട്ടി കറക്റ്റായി കാണിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 7:30 നമുക്ക് ഷോ. നമ്മൾ 7:20 വരെ കുട്ടിക്ക് ഫേസ് പെയിൻറ്റ് ചെയ്തിട്ടും ഇത് ചെയ്തിട്ടൊക്കെ നമ്മൾ അവിടെ തന്നെ നിന്നു. എന്നിട്ടും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. പാവങ്ങൾ ട്രാഫിക്കിൽ പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് നെയ്ഹാൻ്റെ മിക്കി മൗസ് വേഷം? അടിപൊളി ഹേച്ചില്ലേ? നെയ്ഹാക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അടുത്ത് നിന്നൊരു സെൽഫി എടുക്കാൻ പോയതാ. തൊടാതെ പോ അങ്ങട് എന്നൊക്കെ പറയാ. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവർ വരാണ്ടായപ്പോൾ നമ്മൾ തിരിച്ച് മേലെ പോയി തിയേറ്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഫിലിം കാണാനാണ്. ഫിലിമിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇടയിൽ എൻ്റെ കണ്ണ് ബാർബിയിലേക്കോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു കുട്ടീൻ്റെ ഉമ്മയായിട്ട് എന്നേ ഉള്ളൂ. ഞാനിപ്പോഴും ഒരു കുട്ടിയാണ്. അതൊക്കെ വിട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ദുൽഖറിൻ്റെ കാന്ത മൂവി കാണാനാണ് കേട്ടോ. പിന്നെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് നമ്മുടെ സീറ്റിലേക്ക് കയറിയിരുന്നു.
ഫിലിം സ്റ്റാർട്ടാവണതിന് മുന്നേ കുറച്ച് പരസ്യമൊക്കെ ഉണ്ടാവില്ല. ആ സമയത്ത് ഞങ്ങളുടെ കുറച്ച് പട്ടിഷോയൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ എടുക്കുക, സെൽഫി എടുക്കുക എന്ന് പറഞ്ഞ കുറച്ച് പട്ടിഷോകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂവി തുടങ്ങി. ഞാൻ ഈ വീഡിയോ ഇടാത്തത് പോലെ തന്നെ ഞങ്ങൾ കുറേ ആയി എവിടെയെങ്കിലൊക്കെ പോയിട്ട്, കുറേ ആയിട്ട് പുറത്ത് ഔട്ടിങ് പോയിട്ട്, കുറേ ആയി സിനിമയ്ക്കൊക്കെ പോയിട്ട് കുറേ ആയി കേട്ടോ. അപ്പോൾ മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവി പറഞ്ഞാൽ അടിപൊളി മൂവി. ദുൽഖറിൻ്റെ ആക്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്താ പറയുക, അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ദുൽഖർ അതിൽ. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ ദുൽഖറിൻ്റെ ആക്ടിങ് അടിപൊളി എന്ന് പറയാൻ പാടില്ല, അത്രയ്ക്ക് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കാസ്റ്റ് ആൻഡ് ക്രൂ ആയിക്കോട്ടെ, റാണ ആയിക്കോട്ടെ, റാണാൻ്റെയൊക്കെ സെക്കൻഡ് ഹാഫിൽ റാണ വരിക. എന്നാലും ഒരു മാതിരി സിനിമ പറഞ്ഞാൽ ഒരു മാതിരി സിനിമ, അടിപൊളി പറഞ്ഞാൽ അത്രയ്ക്കും ടോപ്പ് നോച്ച്. പിന്നെ നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു 10:45 കഴിഞ്ഞിറങ്ങുമ്പോൾ പിന്നെ നമ്മൾ നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് പുറത്ത് പോയി ഏതെങ്കിലും തട്ടുകടയിൽ കഴിക്കാമെന്നാണ് ഞങ്ങളെന്ന് വിചാരിച്ചത്. നമ്മൾ വരുമ്പോൾ എന്തോരം ട്രാഫിക് ഉണ്ടായിരുന്ന സ്ഥലം അത്. തിങ്ങിക്കൂടി ഒരു വണ്ടിക്ക് പോകാൻ പറ്റാണ്ട്, ഒരു മേലെന്നൊരു കല്ല് താഴ്ത്തിട്ടാൽ കല്ല് പോലും താഴ്ത്തത്തില്ല, അങ്ങനെ തിരക്കായിരുന്നു, അങ്ങനെ ട്രാഫിക്കായിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോഴോ ഒരു പൊടിക്ക് ട്രാഫിക്കിൽ എവിടെ നിന്നില്ല, കറക്റ്റ് നേരെ ഒരു സ്പോട്ടിൽ എത്തി. അവിടെ നിന്ന് ഞാൻ കഴിച്ചത് പൂണ്ട് ദോശ. അതായത് ഇവിടെ പൂണ്ട് എന്ന് പറയുന്നത് ഗാർലിക്ക്, നമ്മുടെ വെളുത്തുള്ളി ദോശയും കഴിച്ച്, ഒരു മസാല ദോശ കഴിച്ചു, നിഹ നോർമൽ ദോശ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും സമയം 11:30 നമ്മളെ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി എന്താ, പോയി കിടന്നുറങ്ങുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ. സിനിമയ്ക്ക് പോയൊരു വ്ളോഗ് എന്ന് പറയുന്നത്. വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.